ഹലോ, ഇന്ന് ഉച്ചയ്ക്കുള്ളൊരു കറിയാണേ. മുരിങ്ങക്കായ കറി. അപ്പം ഞാൻ ആദ്യത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ, തക്കാളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിക്കാൻ വെച്ചത്. എന്നിട്ടത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ, ഒരമുറി തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതപ്പം നമ്മൾ മുരിങ്ങക്കായൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഒരു പണിയില്ല, കടുക് വറുത്തിടുക, അത്രേ ഉള്ളൂ. നമ്മളിവിടെ മലബാർ തിരൂർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അത് വേറെയുള്ളവരുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പുളിയൊന്നും ഒഴിക്കില്ല കേട്ടോ. ഈ തക്കാളി മാത്രമാണ് പുളിക്കിടുക. അപ്പം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മുരിങ്ങക്കായ കറി വയ്ക്കാത്തവരൊന്ന് കറി വെച്ച് നോക്കുക. ഇനി നമുക്കിതാ കറി ഒക്കെ റെഡിയായി, ഒരു തിള വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, വറവിടാം. വറവിട്ട് കഴിഞ്ഞ് മൂടി വയ്ക്കാം. അപ്പം അത്ര സിമ്പിൾ കറിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്കിന്ന് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ. ചോറിനെ നമ്മൾ ചണ്ടിക്കോഴി എന്ന് പറയും. ചണ്ടിക്കോഴി നല്ല വരട്ടിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചണ്ടിക്കോഴി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയാം ലഗോണിൻ്റെ കോഴിക്കാണ് കേട്ടോ ചണ്ടിക്കോഴി എന്ന് പറയാം. അപ്പം ഇങ്ങനെ നല്ല വരട്ടിയെടുത്ത ചണ്ടിക്കോഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കേ.